ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കണ്ണൂരിൽ പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ യൂട്യൂബ് ഏണിങ്സൊക്കെ കിട്ടി കണ്ണൂരിൽ പോകാൻ നിൽക്കുകയാണ്. യൂട്യൂബ് ഏണിങ്സ് 2 ദിവസം മുന്നെയാണ് കിട്ടിയത്. അപ്പോൾ തന്നെ ഞങ്ങൾ മുന്നേക്കൂട്ടി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കണ്ണൂരിൽ പോകണം. യൂട്യൂബ് ഏണിങ്സ് ആദ്യമായിട്ട് കിട്ടി കഴിഞ്ഞാൽ കണ്ണൂരിൽ പോകണം എന്നുള്ളത് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. സ്വപ്നമൊക്കെ കണ്ടുവന്നില്ല, കുറേ നാൾക്ക് ശേഷമാണ് ട്രെയിനിൽ പോകുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ട്രെയിൻ കിട്ടുമോ, ട്രെയിൻ മിസ്സാവുമോ, ഞങ്ങളെ ട്രെയിനിൽ കയറ്റുമോ, കുറേ നാൾക്ക് ശേഷമാണ് ട്രെയിനിൽ പോകുന്നത്. ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ കിട്ടുമോ, അത് വോട്ടിൻ്റെ അന്നാണ് കേട്ടോ പോയത്. ആ വോട്ടിൻ്റെ അന്ന് ട്രെയിൻ കിട്ടും, ഞങ്ങളെ കയറ്റും, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ നമ്മുടെ അടുത്ത് പറഞ്ഞു വീട്ടിൽ നിന്ന് വീഡിയോ ഒന്നും എടുക്കണ്ട, ട്രെയിനിൽ കയറി ഇരുന്ന് സെറ്റപ്പ് ആയതിന് ശേഷം വീഡിയോ എടുക്കാമെന്ന് കേട്ടോ. അതിനുശേഷം ട്രെയിനൊക്കെ വന്നു. ഞങ്ങൾ വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ട്രെയിൻ കയറിയത്. ആദ്യം കയറി സീറ്റിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ജനറലിലാണ് പോയത്, നോർമലിലാണ് പോയത് കേട്ടോ. അപ്പോൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടിരിക്കില്ലേ, ആ സീറ്റിന് എന്താ പറയുകയെന്ന് എനിക്കറിയില്ല, അതിലാണ് കയറിയിരുന്നത്. അപ്പോൾ എന്നിട്ട് മാറി കയറി, ഷൊർണൂർ എത്തിയപ്പോൾ ഞങ്ങൾ മാറി കയറിയതാണ് ഇത് കേട്ടോ. ആദ്യം കയറിയെടുത്തൊന്നും ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. എനിക്ക് ഭയങ്കര ടെൻഷനാണ്, എനിക്ക് ടെൻഷൻ ഭയങ്കര കൂടുതലാണ്. ഞാൻ വിചാരിച്ചു TTR ഇറക്കി വിടുമോ എന്നൊക്കെ ഉള്ള ആ ഒരു ടെൻഷൻ. അങ്ങനെ ഞങ്ങൾ ഷൊർണൂർ എത്തിയപ്പോൾ മാറി കയറി. ആദ്യം കയറിയ സ്ഥലത്ത് ഉള്ള കുട്ടികൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ കണ്ട കുട്ടി ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ടതാണ്. അങ്ങനെ ഞങ്ങളൊരു 9 മണിയോട് കൂടിയിട്ട്, ഉച്ചയ്ക്ക് ഞങ്ങൾ 1 മണിക്കാണ് ട്രെയിൻ കയറിയത്. 9 മണിയോട് കൂടിയിട്ട് നമ്മൾ കണ്ണൂർ എത്തി. എല്ലാവരും ക്ഷീണിച്ച് മുഖമൊക്കെ കഴുകി കണ്ണൂരുള്ള ഒരു ഹോട്ടലിൽ നിന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ കയറിയിട്ടാണ്. ഞങ്ങൾ പോയി അന്ന് ഒരുപാട് പരിപാടികൾ ഉണ്ടായിരുന്നു കേട്ടോ. പിറ്റേ ദിവസം അതിൻ്റെ പിറ്റേന്നും ഒന്നും ഉണ്ടായിരുന്നില്ല. പോയി അന്ന് ഒരുപാട് മുത്തപ്പൻ്റെ പരിപാടികൾ ഉണ്ടായിരുന്നു. ഓരോ 10 മിനിറ്റ് 5 മിനിറ്റ് കൂടുമ്പോഴും മുത്തപ്പൻ ഓരോ രൂപത്തിൽ വന്ന് കോഴീനൊക്കെ കൊല്ലണ രംഗം, അങ്ങനത്തെ കുറേ ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റി. പുലർച്ചെ വരെ ഞാൻ ഏകദേശം ഒരു 4 മണി 5 മണി വരെ ഇരുന്നതൊക്കെ കണ്ടിട്ടുണ്ടാവും. എന്നിട്ട് 5 മണി കഴിഞ്ഞ് 6 മണിയാകുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, റൂം എടുത്തു കേട്ടോ. ഞങ്ങൾ ഒരു ദിവസം റൂമിൽ കഴിയാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാരണം നമ്മുടെ സൗകര്യത്തിന് കുളിക്കാനും എടുക്കാനൊക്കെ പറ്റുമല്ലോ. അമ്പലത്തിൽ എന്ന് വെച്ചാൽ ഒരുപാട് തിരക്കായിരുന്നു നേരം വെളിച്ചാകുമ്പോൾ തന്നെ. അപ്പോൾ നമ്മുടെ കുക്കുവിൻ്റെ കാര്യങ്ങളൊന്നും നടക്കില്ല. അപ്പോൾ ഞങ്ങളൊരു റൂം എടുത്തു, ഒറ്റ ദിവസത്തേക്ക് റൂം എടുത്തു കേട്ടോ. പിറ്റേന്ന് ഞങ്ങൾ കുറേ നേരം കണ്ട കാരണം അച്ഛമ്മയൊക്കെ ഭയങ്കര ക്ഷീണിച്ചു കേട്ടോ. കുറേ നേരം കൊട്ടും പാട്ടൊക്കെ തന്നെയായിരുന്നു. നമ്മളതൊക്കെ കണ്ട് അച്ഛമ്മയൊക്കെ ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് അച്ഛമ്മയൊക്കെ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അമ്മ കുളിയൊക്കെ കഴിഞ്ഞു, ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. എന്നിട്ട് കാലത്ത് ഞങ്ങൾ അമ്പലത്തിൽ പോയി. ഞാനും അച്ഛനും അച്ഛമ്മയും എല്ലാവരും കൂടിയിട്ട് അമ്പലത്തിൽ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ തൃശ്ശൂരുള്ള ഒരു ഷോപ്പിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. 800 സംതിങ് രൂപയായിരുന്നു. ഞാൻ വേറെ നാട്ടിലായതുകൊണ്ട് കുറച്ചധികം ലിപ്സ്റ്റിക്കൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിലാകുമ്പോൾ നമുക്ക് ആകെ ഒരു നാണക്കേടൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ലിപ്സ്റ്റിക്കൊക്കെ എടുത്തിട്ട് അപ്പോൾ അമ്മ പറഞ്ഞു ലിപ്സ്റ്റിക്ക് ഇട്ടപ്പോൾ നല്ല ഭംഗിയുണ്ട് എന്ന് പറയാണ് കേട്ടോ. ഞാനും അമ്മയും പറയണ ലിപ്സ്റ്റിക്ക് ഇത്തിരി കൂടുതലിട്ടാൽ നല്ല ഭംഗിയൊക്കെ ഉണ്ട് അങ്ങനെ പറഞ്ഞു. പിന്നെ അവിടെ ഒരുപാട് കടകളുണ്ട്. കടകളുടെ കാര്യം പറയുകയാണെങ്കിൽ കുക്കു ഓരോ നമ്മൾ റൂമിലാണല്ലോ, ഓരോ ട്രിപ്പും താഴ്ത്തിക്ക് ഇറങ്ങുമ്പോൾ അവന് ഓരോ ടൈപ്പ് കളിപ്പാട്ടം വാങ്ങാമായിരുന്നു കേട്ടോ. അവൻ്റെ വിചാരം അത് പൂരപ്പറമ്പാന്നാണ്. അത് കഴിഞ്ഞ് കാലത്ത് നമ്മൾ അമ്പലത്തിൽ നിന്നാണ് ഫുഡ് കഴിച്ച്. ഇവർ ഇന്നലെ ട്രെയിനിൽ കയറിയ പിള്ളേരായിരുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കുട്ടീനെ. അപ്പോൾ അവർ കാലത്ത് തൊഴുതിട്ട് പോവുകയാണ് കേട്ടോ. ഞങ്ങൾ 2 ദിവസം കൂടി ഉണ്ട്. അവർ കാലത്ത് തൊഴുതിട്ട് പോയി. പിന്നെ ഞങ്ങൾ മുത്തപ്പന് വിളക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും അച്ഛനും കൂടിയിട്ട്, അമ്മയും അച്ഛമ്മയൊക്കെ അവിടെ നിന്നു. ഞാനും അച്ഛനും കൂടി ഒരുപാട് ഷോപ്പുകളിലൊക്കെ കയറി കുറേ വിളക്കിൻ്റെ വില ചോദിച്ചു. എന്നിട്ട് നമുക്ക് പറ്റണ ഒരു ബഡ്ജറ്റിലുള്ള വിളക്ക് കുറേ കടയിൽ നോക്കിയിട്ട് അവസാനം ഏത് കടയിലാണോ ഇത്തിരി ഭേദം തോന്നിയത് ആ കടയിൽ കയറിയിട്ട് നമ്മൾ വിളക്കൊക്കെ വാങ്ങി മുത്തപ്പന് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഇത് അന്ധവിശ്വാസം അങ്ങനെയല്ല കേട്ടോ, ഓരോരുത്തർക്കും ഓരോ വിശ്വാസം ഉണ്ടാവും. അപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ ഞാൻ അങ്ങനെ കുറേ തവണ ഞാനാണ് വൈകിട്ട് വിളക്ക് വയ്ക്കുമ്പോൾ എപ്പോഴും ഞാൻ പറയാറുണ്ട് ഇവിടെ മുത്തപ്പനാണ് മെയിനായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ മുത്തപ്പൻ്റെ അടുത്ത് ഇങ്ങനെ പറയും, മുത്തപ്പ എനിക്കിങ്ങനെ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുകയാണെങ്കിൽ ആദ്യത്തെ എന്തായാലും മുത്തപ്പൻ്റെ അടുത്തേക്ക് വരാം അങ്ങനെയൊക്കെ പറയാറുണ്ട്. ഇത് അന്ധവിശ്വാസത്തിൻ്റെ പേരിലുള്ളതല്ല, നമുക്കുള്ള ചെറിയൊരു വിശ്വാസം. അത് കഴിഞ്ഞ് അമ്പലത്തിൽ പോയപ്പോൾ അവിടെ നിന്ന് കിട്ടിയ പ്രസാദം എന്ന് പറയുന്നത് നമ്മുടെ ഉണക്കപ്പയർ പുഴുക്കും അതുപോലെ തന്നെ നാളികേര കൊത്തിട്ടതായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കഴിച്ചു. കുറച്ചൊക്കെ റൂമിൽ വന്നിട്ടാണ് കഴിച്ചത്. അച്ഛന് പല്ലില്ലാത്ത കാരണം അച്ഛൻ്റെ പ്രസാദം അച്ഛൻ ഇങ്ങോട്ട് കൊണ്ടുവരിക ചെയ്ത് കേട്ടോ. എന്നിട്ട് അച്ഛന് മെല്ലെ കഴിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഒരു ഉച്ചയാകുമ്പോഴേക്കും ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി വന്ന് ഫുഡൊക്കെ കഴിച്ച് നല്ല ഉറക്കമായിരുന്നു. കുക്കൊക്കെ അതേ കണ്ണട വെച്ചിട്ടാണ് ഉറങ്ങുന്നത്. അവൻ്റെ കണ്ണട കണ്ണുമെന്ന് ഊരി കഴിഞ്ഞാൽ അവൻ അപ്പം തന്നെ എഴുന്നേക്കൂട്ടാ. കാരണം അവ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ പറഞ്ഞിട്ടുണ്ട് എനിക്ക് കണ്ണട വേണം എന്നുള്ളത് കേട്ടോ. അപ്പോൾ അമ്മയും ഞാനും ഉറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു വെള്ളം വാങ്ങാനോ മറ്റോ. അപ്പോൾ കുക്കു പിന്നാലെ പോയിട്ട് അവൻ ഊതണ സംഭവമില്ലേ മറ്റേ ബബിൾസ് വരുന്നത്, അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതൊന്നും അല്ല കേട്ടോ, ഒരു 10-15 കളിപ്പാട്ടം അവൻ എന്നെ അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഓരോ ട്രിപ്പും അച്ഛൻ വെള്ളം വാങ്ങാൻ അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങാനായിട്ട്, ചായ വാങ്ങാനായിട്ട്, എന്തിന് പുറത്ത് പോയാലും അവൻ പിന്നാലെ പോയിട്ട് ഓരോ സാധനങ്ങൾ വാങ്ങിയിട്ട് വരികയായിരുന്നു കേട്ടോ.
പിന്നെയെന്ന് വെച്ചാൽ അച്ചാച്ചനും മോനും ഭയങ്കര കളിയായിരുന്നു കുറേ നേരം. അത് കഴിഞ്ഞിട്ട് കുറേ നേരം ഞങ്ങൾ കിടന്നു. ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം ട്രെയിനിൽ പോയ കാരണം അത്രയും ക്ഷീണമില്ല. എനിക്ക് ബസ്സിൽ പോയി, അതായത് എയർ ബസ് പോലത്തെ ബസ്സുകളിലൊക്കെ പോയാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഛർദ്ദിക്കാൻ വരും. അമ്മയ്ക്കും അങ്ങനെ കേട്ടോ. പിന്നെ അച്ഛനും അമ്മയും എന്തൊക്കെ കത്തി വർത്താനൊക്കെ പറഞ്ഞിട്ട് അവിടെ കിടക്കുന്നുണ്ട്. പിന്നെ രാത്രിയായപ്പോൾ ഞങ്ങൾ വീണ്ടും ഒന്ന് ഫ്രഷ് ആയിട്ട് ഞങ്ങളാകെ 3 ജോഡി ഡ്രസ്സൊക്കെ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡ്രസ്സ് ഇടയ്ക്കിടയ്ക്ക് മാറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്നിട്ട് ഞങ്ങൾ വീണ്ടും രാത്രിയായപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോയി. അമ്പലത്തിൽ പോയിട്ട് വീണ്ടും തിരിച്ച് വന്നപ്പോൾ അവൻ അടുത്ത കാറ് വാങ്ങണമെന്ന് പറഞ്ഞിട്ട് കരയായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു വാങ്ങി കൊടുക്കാമെന്ന്. ഞാൻ പറഞ്ഞു വേണ്ട, വാങ്ങി കൊടുക്കണ്ട. 4 മണിക്കാണ് അമ്പലത്തിൽ പോയത്. വേണ്ട, വാങ്ങി കൊടുക്കണ്ട പറഞ്ഞപ്പോൾ അവിടെ ഇരുന്ന് കരയാണ്. പിന്നെ അമ്മോട് എന്താ പറയുക, പറശ്ശിനിക്കടവിലേക്ക് പോയി അതിൻ്റെ ഇത് ചോദിക്കുകയാണ് കേട്ടോ. അമ്മയുടെ അഭിപ്രായം, പറശ്ശിനിക്കടവിലേക്ക് ഞാൻ കൊണ്ടുവന്നതിൻ്റെയൊക്കെ അഭിപ്രായം ചോദിക്കുകയാണ്. ഇത്രയും കാലമായിട്ട് ഇത്രയും ദിവസം നിന്നിട്ടില്ല. ഇത്രയും കാലം പറയാൻ നമ്മൾ ആകെ ഒരു പണ്ട് വന്നിട്ട് 2 ദിവസം നിന്നുണ്ട്. 3 ദിവസമൊക്കെ നിൽക്കാന്നൊക്കെ വിചാരിച്ചിട്ട് ചൂടുകൊണ്ട് ഇതുപോലെ കിടക്കാനും ഇരിക്കാനൊക്കെ ബുദ്ധിമുട്ടായിട്ട് വേഗം പോയി. എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിങ്ങനെ യൂട്യൂബിൽ നിന്ന് ഏണിങ്സ് കിട്ടിയിട്ട് അതിൽ നിന്ന് വരാനൊക്കെ കൊണ്ടുപോകാൻ പറ്റി, അവരെ സന്തോഷിപ്പിക്കാൻ പറ്റി. അതുപോലെ തന്നെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു കേട്ടോ. ഒരുപാട് പറഞ്ഞാൽ ഒരു 10-50 പരം സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു. ഒരുപാട് പേര് അടുത്ത് വന്ന് ഫോട്ടോസൊക്കെ എടുത്ത് പോയി. ഞാൻ എൻ്റെ മൊബൈലിൽ ഫോട്ടോസൊന്നും എടുത്തില്ല കേട്ടോ. എനിക്കിങ്ങനെ സബ്സ്ക്രൈബേഴ്സ് അടുത്ത് വരുമ്പോൾ എനിക്ക് ഭയങ്കര ചമ്മലും നാണൊക്കെയാണ്. ഞാൻ എന്താ അവരുടെ അടുത്ത് വർത്താനം പറയാം, ഞാൻ എന്ത് പറഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ അവർക്കും അതൊരു ജാഡയായിട്ട് തോന്നും, അങ്ങനെ കേട്ടോ. എന്നിട്ട് ഞങ്ങൾ ബോട്ടിങ്ങിന് പോയി. ആ പിന്നിൽ നിൽക്കുന്ന 2 പിള്ളേരും സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു കേട്ടോ. അടുത്ത് വന്ന് ചോദിക്കുകയൊക്കെ ചെയ്തു. പിന്നെ എനിക്ക് അവരുടെ അടുത്ത് അങ്ങനെ സംസാരിക്കാൻ ഭയങ്കര ചമ്മലായിരുന്നു. അങ്ങനെ ബോട്ടിങ്ങിനൊക്കെ പോയി. ഞങ്ങൾ ബോട്ടിൽ കയറിയത് മുകളിലത്തെ നിലയിലാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് മുകളിലത്തെ നിലയിലിരുന്നിട്ട് ബോട്ടിൽ കയറാൻ പോണത്. കുക്കുവിനെ ആദ്യം കയറിയപ്പോൾ ഇത്തിരി പേടിയുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അച്ഛമ്മ താഴ്ത്തിരിക്കാമെന്ന് പറഞ്ഞു. പിന്നെ അച്ഛമ്മേനെയൊക്കെ മുകളിലേക്ക് അച്ഛൻ പിടിച്ച് വലിച്ച് കൊണ്ടുവന്നു കേട്ടോ. മുകളിലിരിക്കുക, എന്തായാലും വന്നതല്ലേ, മുകളിലിരുന്നാലാണ് നല്ല കാഴ്ച കാണാൻ പറ്റിയെന്നൊക്കെ പറഞ്ഞു. അരമണിക്കൂറിന് 50 രൂപയാണ് കേട്ടോ ഒരാൾക്ക്. മുകളിലിരുന്ന 50, താഴത്തിരുന്ന 40 ആയിരുന്നു. അപ്പം ഞങ്ങൾ മുകളിലാണ് ഇരുന്നത്. പിന്നെ കുക്കുവിന് ചാർജ് ഉണ്ടായിരുന്നില്ല. നല്ല രസമുണ്ടായിരുന്നു, നല്ല കാറ്റും. കാരണം ഞങ്ങൾ പോയത് ഒരു ഈവനിങ് 5 മണി 4 മണി ആ ഒരു ടൈം ആയതുകൊണ്ട് വെയിലൊക്കെ നന്നായിട്ട് തന്നെ ആറിണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങളൊക്കെ പോയി. കുക്കുവിന് അതിൻ്റെ മുകളിൽ കയറിയപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടാണ്. എനിക്ക് ഭയങ്കര പേടിയാണ്. എനിക്ക് അല്ലെങ്കിൽ നല്ല ടെൻഷൻ ഉള്ളതാണ്. മൊബൈൽ താഴെ വീഴുമോ, മൊബൈൽ വെള്ളത്തിൽ പോവുമോ. അതുപോലെ തന്നെ ട്രെയിനിൽ വീഡിയോ എടുക്കാനും എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഞാൻ വിൻഡോ സൈഡിലാണ് ഇരുന്നത്. എൻ്റെ മൊബൈൽ താഴത്തേക്ക് വീഴുമോ, റെയിൽ പാലത്തിൻ്റെ അങ്ങോട്ട് വീഴുമോ, ഇനി എടുക്കാൻ കിട്ടില്ലേ എന്നൊക്കെ ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ കുറേ ഒന്നും വീഡിയോ എടുത്തില്ല. അമ്മേനെ സൈഡിലിരുത്തിയിട്ട് ഞാൻ നടുവിൽ പോയിരുന്നു. എന്നിട്ട് എനിക്ക് കിട്ടിയ കുറച്ച് വീഡിയോസൊക്കെ എടുത്തത് കേട്ടോ. എനിക്ക് ഭയങ്കര പേടിയാണ്, താഴത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടും. ആകെ കൂടിയിട്ട് ഇതിലാണ് യൂട്യൂബും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആകെ കൂടിയുള്ളൊരു ഫോണാണ്, നല്ലൊരു അത്യാവശ്യം ക്ലാരിറ്റി ഉള്ളത്. പിന്നെ കുറേ പേര് ചോദിക്കാറുണ്ട് ഏത് ഫോണിലാണ് വീഡിയോ എടുക്കുന്നത്, ക്യാമറയാണോ യൂസ് ചെയ്യാറ്, എന്തിലാണെന്നൊക്കെ. അപ്പം ഞാൻ റെഡ്മിയാണ് ഉപയോഗിക്കാറ്. റെഡ്മിയാണ് എൻ്റെ കയ്യിലുള്ളത്. ഭയങ്കരമായിട്ട് ഹീറ്റിംഗ് പ്രോബ്ലം ഉണ്ട്. പക്ഷേ ക്യാമറ അടിപൊളിയാണ്. ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും ഇതുവരെ അങ്ങനെ താഴത്തേക്കൊന്നും കയ്യിൽ നിന്ന് വീണിട്ടില്ല. വീണെങ്കിലും ക്യാമറയ്ക്കൊന്നും പരിക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാമറ അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ആ കായലിൻ്റെ അവിടെ നിന്ന് മുത്തപ്പൻ്റെ അവിടേക്ക് നോക്കുമ്പോൾ നല്ലൊരു വൈബാണ്. അതുപോലെ തന്നെ സൂര്യൻ്റെ ഒരു പ്രകാശം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അതൊന്നും എടുത്തില്ല, എനിക്ക് ഭയങ്കര പേടിയായിട്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയിട്ട് കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴാണ് ഇതുപോലത്തെ ഒരു ഡ്രാഗൻ്റെ ബോട്ട് വന്നത്. അതിൽ നല്ല പാട്ടൊക്കെ വെച്ച് നല്ല വൈബൊക്കെ ആയിരുന്നു കേട്ടോ. കുക്കുവിന് ഇതിന്ന് അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. നമുക്ക് അതിൽ കയറുക എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ ബോട്ടിൽ നിന്നൊക്കെ താഴ്ത്തിറങ്ങി. അപ്പോഴേക്കും കുക്കു 2 പിള്ളേർ ഐസ്ക്രീം തന്നെയാണ് കണ്ടു. അപ്പോൾ അതുകൊണ്ട് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. അങ്ങനെ ഞാൻ 3 ഐസ്ക്രീം വാങ്ങിയിട്ട് എല്ലാവരും കൂടി ഷെയർ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. ഏതെങ്കിലും പിള്ളേരുടെ അടുത്ത് വലുതും കണ്ട അപ്പം അവനത് ആവശ്യമാണ്. അപ്പം അച്ചമ്മയ്ക്ക് ഒരു ഐസ്ക്രീം കൊടുത്തു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഐസ്ക്രീമൊക്കെ കഴിച്ച് അവിടെ നിന്ന് വീണ്ടും ഞങ്ങൾ കുറച്ച് നേരം അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് വീണ്ടും വീട്ടിലല്ല നമ്മുടെ റൂമിലെത്തിയിട്ട് രാത്രി അമ്പലത്തേക്കൊക്കെ പോയി വന്ന് പിന്നെ ഞങ്ങൾ അവിടെ കിടന്നുറങ്ങി. ഇനി പിറ്റേന്ന് മോർണിംഗ് ആണ് കേട്ടോ. അതായത് ഞങ്ങൾ പോണ അന്നത്തെ മോർണിംഗ് ആണ്. കാലത്ത് തന്നെ നേരത്തെ എണീറ്റ് കൂളിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഈ ഒരു ബ്ലാക്ക് ഡ്രസ്സാണ് ഇട്ടത്. ഇതെനിക്ക് കൊളാബ് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡ്രസ്സിനെ പറ്റിയിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഡ്രസ്സൊക്കെ എടുത്തിട്ട് പിന്നെ അവിടെ നിന്ന് തന്നെ വാങ്ങിയ കമ്മലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി കമ്മൽ കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അധികം നന്നായിട്ട് നോക്കാനൊന്നും പറ്റില്ല, കാരണം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പോയെന്ന് അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മുത്തപ്പൻ്റെ വെള്ളാട്ട് കാണാൻ പറ്റിയില്ല, അത് ഇത്തിരി വിഷമമായി പോയി. ഒരു മുത്തപ്പൻ മാത്രമുള്ള ഒരു പരിപാടി മാത്രമേ കണ്ടുള്ളൂ. 2 ആളും കൂടിയിട്ടുള്ള വെള്ളാട്ടും അതൊന്നും കാണാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ പെട്ടിയും കിടക്കും ബാഗൊക്കെ എടുത്തു. കാരണം റൂമിൽ നേരത്തോട് നേരാകുമ്പോൾ, അതായത് ഞങ്ങൾ പുലർച്ചെ 5:30 ആകുമ്പോഴാണ് റൂം എടുത്തത്. പിറ്റേന്ന് 5:30 ആകുമ്പോഴേക്കും നമ്മൾ
അവിടെ നിന്ന് കുളിച്ച് ടാറ്റ പറഞ്ഞിട്ട് ഇറങ്ങണം, അല്ലെങ്കിൽ എക്സ്ട്രാ പൈസ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞങ്ങൾ 5:30 ആകുമ്പോഴേക്കും 4 മണിയാകുമ്പോഴേക്കും എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് ഹോട്ടലിൽ പോയി ഫുഡൊക്കെ കഴിച്ചു അമ്പലത്തിൽ പോയി തൊഴുത് ട്രെയിനല്ല അവിടെ നിന്ന് ബസ് കയറി. കണ്ണൂരിൽ നിന്നല്ല പറശ്ശിനിക്കടവിൽ നിന്ന് ഞങ്ങൾ കണ്ണൂർക്ക് ആദ്യം തന്നെ ബസ് കയറി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഷൊർണൂർക്കാണ് ട്രെയിൻ കയറിയത്. ഷൊർണൂർക്കാണ് എപ്പോഴും ട്രെയിൻ ഉള്ളത്, വടക്കാഞ്ചേരിക്ക് എപ്പോഴും ട്രെയിനില്ല കേട്ടോ. അപ്പം ഞങ്ങൾ ഷൊർണൂർക്ക് ട്രെയിൻ കയറി. സീറ്റൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല തിരക്കായിരുന്നു. ആദ്യത്തെ ട്രെയിൻ ഞങ്ങൾ എടുത്ത ടിക്കറ്റിനുള്ള ട്രെയിനിൽ ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല, നല്ല തിരക്കായിരുന്നു. TTR പറഞ്ഞു കയറണ്ടായിരുന്നു. പിറ്റത്തെ ട്രെയിൻ വന്നപ്പോൾ ചാടി കയറി. ഞാൻ മുകളിലായിരുന്നു ഇരുന്നുണ്ടായിരുന്നു, സീറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പം ഞാനും കുക്കുനെയും കൊണ്ട് മുകളിലിരുന്നു. അത് കഴിഞ്ഞ് ഷൊർണൂർ ഇറങ്ങി. ഷൊർണൂർ എത്തിയപ്പോഴാണ് കേട്ടോ, അതായത് നമ്മുടെ കണ്ണൂരുള്ള ആ ചൂടൊന്നല്ല ഷൊർണൂർ ഭയങ്കര ചൂടാണ്. കണ്ണൂർ കായലിൻ്റെ തീരായ കാരണം ചെറിയൊരു തണുപ്പുണ്ട്. പക്ഷെ ഷൊർണൂർ എത്തിയപ്പോൾ സത്യം പറഞ്ഞാൽ അടുപ്പിൻ്റെ ഉള്ളിൽ കയറി നിൽക്കണ പോലെയായിരുന്നു, നല്ല ചൂടായിരുന്നു. എന്നിട്ട് നേരെ മുന്നിലത്തെ ഒരു ഹോട്ടലിൽ കയറി. ഹോട്ടലിനെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല, കത്തി റേറ്റ് പറഞ്ഞാൽ ഞങ്ങൾ പോലും പ്രതീക്ഷിച്ചില്ല. നല്ല ഒടുക്കത്ത റേറ്റ് ആയിരുന്നു ആ ഹോട്ടലിൽ. പിന്നെ ഷൊർണൂരിൽ നിന്ന് ഞങ്ങൾ വീണ്ടും ബസ് കയറി കുറാഞ്ചേരി എത്തി. കുറാഞ്ചേരിയിൽ നിന്ന് ഓട്ടോ വിളിച്ചിട്ട് ഞങ്ങൾ തിരുത്തിപ്പറമ്പ് നമ്മുടെ വീട്ടിലെത്തിയപ്പോൾ അമ്മ മാങ്ങ പഴുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെത്തി തിന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. ടാറ്റാ.